യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. അധ്യായം നമ്മൾ അവസാനത്തിലേക്ക് വന്നിരിക്കുക. ഓരോ ദേശത്തിനും ലേഖനം എഴുതുമ്പോൾ ഒത്തിരി പേഴ്സണൽ ലെറ്റേഴ്സ് അപ്പോസ്തലനായ പൗലോസ് എഴുതിയിട്ടുണ്ട്, മറ്റുള്ള അപ്പോസ്തലന്മാർ എഴുതിയിട്ടുണ്ട്. അതൊക്കെ വചനത്തിൽ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും തിരുവചനത്തോട് ചേർക്കപ്പെട്ടിട്ടില്ല. സഭയ്ക്ക് ആവശ്യമായ, സഭയുടെ ഉപദേശമായത്, ഒരു പ്രായോഗിക ക്രിസ്തീയ ജീവിതം, പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലിവിങ്, അതിനാവശ്യമായത് മാത്രമേ തിരുവചനത്തോട് ചേർത്തിട്ടുള്ളൂ. ഇത് നമ്മുടെ പ്രമാണമാണ്. ഇത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വന്നപ്പോൾ പലർക്കും, ഇപ്പോഴത്തെ പല തിയോളജിയൻസും അതനുസരിക്കുവാൻ കഴിയാതെ, അല്ലെങ്കിൽ അതിൽ കീഴ്പ്പെട്ടു പോകുവാൻ കഴിയാതെ വരുമ്പോൾ, അതൊരു ഉപദേശമായിട്ട് എടുക്കുവാൻ, അവരുടെ വിശ്വാസ പ്രമാണമായിട്ട് എടുക്കുവാൻ കഴിയാതെ വരുമ്പോൾ പെട്ടെന്ന് പറയുന്നതാണ്, ഇത് അവർക്ക് എഴുതിയതല്ലേ, ആ കാലഘട്ടത്തിൽ എഴുതിയാൽ അല്ല. സ്തോത്രം. അത് മാത്രമേ തിരുവചനത്തിൽ നമുക്കാവശ്യമായത്, സഭയുടെ പ്രമാണം മാത്രമുണ്ട്. ഇത് എഫെസ്യയിലുള്ള ദൈവമക്കൾക്ക് എഴുതിയതല്ല, ഇത് നമുക്കുള്ള പ്രമാണം കൂടെ. ഒത്തിരി കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയെ നമ്മൾ ചിന്തിച്ചു. വെളിപ്പാട് പുസ്തകം തൊട്ട് ലേഖനങ്ങൾ പലതും നമ്മൾ പഠിച്ചാണ് എഫെസ്യ ലേഖനത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ നിൽക്കുന്ന. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച ആ ഭാഗം അവിടെ എല്ലാം എഴുതിയിരിക്കുന്ന 10ാമത്തെ വാക്യം കൊണ്ട് വായിച്ചേ. എഫെസ്യൻസ് 6:10. ഒടുവിൽ എന്ത് ചെയ്യണം? കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. ആദ്യം ഈ 5ാം അധ്യായത്തിൻ്റെ അകത്തെല്ലാം കുടുംബത്തെ ഒരുക്കിയിട്ട്, നമ്മൾ പെട്ടെന്ന് ആത്മീയ കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടയ്ക്ക് കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ആകപ്പാട് ഇതെന്തുവാ, പെട്ടെന്ന് വിഷയം മാറിയല്ലോ. നമ്മളെ ഞാൻ നേരത്തെ ഓർപ്പിച്ചല്ലോ, കല്യാണം നടത്തുന്ന, വിവാഹം നടത്തുന്ന ദൈവദാസന്മാർ എപ്പോഴും ഓർപ്പിക്കുന്ന ഒരു കാര്യം ഇവിടെ തന്നെ എഫെസ്യരിൽ എഴുതിയിരിക്കുന്നത്, ഭാര്യ ഭർത്താവ്, മണവാളൻ മണവാട്ടി, ഈ ബന്ധം ഇതൊരു മർമ്മമാണ്. ഇത് ക്രിസ്തുവും സഭയുമായിട്ടുള്ള ബന്ധത്തെ ഓർപ്പിക്കുന്നു. ക്രിസ്തുവും സഭയുമായിട്ടുള്ള ബന്ധം ലോകത്തിന് കാണുവാൻ കഴിയത്തില്ല. ലോകത്തിന് കാണുവാൻ കഴിയുന്ന നമ്മൾ കുറച്ച് കുടുംബങ്ങൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവർ ഓരോ ദേശത്ത് കർത്താവ് ആക്കിയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ഓർക്കും, നമ്മളെല്ലാം കൂടി സ്റ്റേഡിയത്തിൻ്റെ ചുറ്റിനും താമസിക്കുമോ? ചിലർ പറഞ്ഞാൽ എല്ലാവരോടും കുമ്പനാട് താമസിക്കുമോ? അല്ലെങ്കിൽ അതുപോലെ ദൈവമക്കളുടെ ഒരു സിറ്റിയൊക്കെ ഉണ്ടാക്കിയാൽ വലിയ സന്തോഷമല്ലേ നമുക്ക്? പക്ഷേ ദൈവം അതൊരിക്കലും ചെയ്യാത്തത് എന്നാ, അനുവദിക്കാത്തത് എന്നാണെന്നറിയാം. ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഓരോ അന്ധകാര ശക്തിയുള്ള, അന്യാരാധന ശക്തിയുള്ള സ്ഥലത്താണ് ഒരു കുടുംബത്തെ ആര് പ്ലേസ് ചെയ്യുന്നത്? നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് മാറി നിങ്ങൾ വേറെ സ്ഥലത്ത് പോകാൻ നോക്കിയേ, നിങ്ങളുടെ പദ്ധതിയാൽ പറ്റത്തില്ല, അല്ലെ പിന്നെ കർത്താവ് നിങ്ങളെ കൈവിടും. ദൈവമാണ് നമ്മൾ ഒരു സ്ഥലത്ത് മാറ്റി നടുന്നത്, അല്ലെ ഓരോ സ്ഥലത്ത് നടുന്നത്. ഇതും താൽക്കാലിക താമസമാണ്, പെർമനൻ്റ് അഡ്രസ്സ് ഒന്നും അല്ല. ആണോ? ഇവിടെ സ്ഥിരം താമസിക്കേണ്ടവർക്ക് പെർമനൻ്റ് അഡ്രസ്സ് ആയിരിക്കും കേട്ടോ. തിരുവചനം പറയുന്ന കാഹളം ഊതുമ്പോൾ പോകേണ്ടവർക്ക് എന്തുവാ? ഇത് വെറും ടെമ്പററി അഡ്രസ്സാണ്. സോ നമ്മുടെ തൽക്കാലം പരദേശികളായി നമ്മൾ പാർക്കുന്നെങ്കിലും ഓരോ സ്ഥലത്ത്, ഓരോ ജില്ലയിൽ, ഓരോ റോട്ടിൽ, ഓരോ അസോസിയേഷനിലൊക്കെ കർത്താവ് ആക്കിയിരിക്കുന്ന എന്തിനാ? ഓരോ ഫ്ലാറ്റിലൊക്കെ കർത്താവ് ആക്കിയിരിക്കുന്ന എന്തിനാ? അവരുടെ മധ്യത്തിൽ ശരിക്കും കൃപയുള്ളവരായി. ക്രിസ്തുവും സഭയുമായിട്ടുള്ള ബന്ധം ലോകമറിയുന്നത് ഓരോ കുടുംബം, ഭാര്യ ഭർത്താവ് മക്കൾ. അതുകൊണ്ടാണ് 5ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എഫെസോസിലെ ദേശം അർത്തമീസ് ദേവി എന്നുള്ള ഒരു മാതാവിൻ്റെ ശക്തി, ആകാശറാണി എന്ന് ഇന്ന് സമുദായ സഭകൾ വിളിക്കുമ്പോൾ ബൈബിളിൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു ആരാണ് ശരിക്കും ഈ ആകാശറാണി. യേശുവിൻ്റെ ഒക്കെ കാലഘട്ടത്തിന് മുമ്പേയുള്ള ആരാധനയാണ്. ദ ക്വീൻ ഓഫ് ഹെവൻസ്, അർത്തമീസ് ദേവി, അല്ലെങ്കിൽ ഗോഡസ് മഡോണ, ഗോഡസ് ഡയാന എന്നൊക്കെ പല ട്രാൻസ്ലേഷനിലും ഒറിജിനൽ ട്രാൻസ്ലേഷനിലും അറിയാം. അതിന്ന് ആ പേര് അതുപോലെ അവരെടുത്തിട്ട് ഒരു ആരാധന കാര്യമായിട്ട് അവരതെടുക്കുമ്പോൾ, സ്തോത്രം, ഈ മാതാവിൻ്റെ ആരാധന, അല്ലെ പഴയ കാലഘട്ടത്തിൽ ബാബിലോണിയ സെമിറാമിസിൻ്റെ ആരാധന, അമ്മയും കുഞ്ഞുമുള്ള ആരാധന, ഇതൊക്കെ 5000-6000 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ആരാധന, ബാബിലോണിയ ആരാധന. അതിൽ നിന്ന് വന്ന കാര്യങ്ങൾ അത് ഗ്രീക്കിലോട്ട് വന്നു, പല പല കമ്മ്യൂണിറ്റിയിലേക്ക് വന്നു. അതിന്ന് ഇന്ത്യൻസും ഇങ്ങനെ സ്വീകരിച്ചിരിക്കുക, അല്ലെങ്കിൽ ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നതാണ് ഈ ആകാശറാണിയെ. അപ്പോൾ ഈ അർത്തമീസ് ശക്തിയൊക്കെ ജയിക്കണമെങ്കിൽ അപ്പോസ്തലൻ പറയുക, ക്രമീകരണം പ്രാപിക്കണം. ഏലിയാവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വീണ് കിടക്കുന്ന കല്ലുകൾ എന്ത് ചെയ്യണം? വീഴ്ചകളൊക്കെ വരും,
അതെല്ലാം ഒന്ന് കെട്ടുപണി ചെയ്യണം. എങ്കിൽ മാത്രമേ സ്വർഗീയ തീ ഇറങ്ങി വരത്തുള്ളൂ. അല്ലാതെ സ്വർഗീയ തീയാൽ എന്നെ നിറയ്ക്കണമേ എന്നുള്ള പാട്ടൊന്നും പാടി അവിടെ കിടന്ന് ചാടിയാലൊന്നും സ്വർഗീയ തീ ഇറങ്ങത്തില്ല. സ്വർഗീയ തീ ഇറങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? വീണ് കിടക്കുന്ന കല്ലുകൾ. അതെൻ്റെ ജീവിതത്തിലും കാണും, നിങ്ങളുടെ ജീവിതത്തിലും കാണും. നമ്മൾ ആരും തികഞ്ഞവരല്ല ദൈവമക്കളെ, നമ്മളെല്ലാം മനുഷ്യരാണ്. ഇന്നും ആരാധനയ്ക്ക് വരുവാൻ ഒരു മനസ്സ് തന്നത് ആരാ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നും നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ടാണ്. കർത്താവ് ആ ആത്മാവാണ് നമ്മളെ കാര്യസ്ഥനായിട്ടൊരു ഗൈഡായിട്ട് പണിയുവാൻ നമ്മളെ കർത്താവിനോട് അടുപ്പിക്കുന്നത്, വിശുദ്ധീകരണത്തിലേക്ക് നമ്മളെ നയിക്കുന്നതുകൊണ്ട് നമ്മുടെ കൺട്രോൾ കംപ്ലീറ്റ്ലി പരിശുദ്ധാത്മാവിനെ വിട്ടുകൊടുത്താൽ മതി. ബാക്കി കാര്യം ആര് ചെയ്തോളും. അപ്പം 5-ാം അധ്യായത്തിൽ കണ്ടു കുടുംബങ്ങളെ ഒരുക്കുന്നു, 6-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ കുഞ്ഞുങ്ങളെ ഒരുക്കുന്നു. അതെല്ലാം ആവശ്യമാണ്. അല്ലാതെ ഈ കാലഘട്ടത്തിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഫോക്കസ് കൊടുക്കുന്ന എവിടെയെങ്കിലും മൈഗ്രേറ്റ് ചെയ്യുവാനോ, എവിടെയെങ്കിലും നന്മ, ലോകത്തിൻ്റെ നന്മ അവരായിരിക്കുന്ന പോലെ ചെയ്യും. അവരൊക്കെ നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ അവരൊക്കെ ഇങ്ങനെ, നിങ്ങൾ എന്ത് ചെയ്യണം? അവരെക്കാൾ വലുതാണ്. അങ്ങനെ പറയുന്ന ആരെങ്കിലും അപ്പനമ്മമാർ ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ കിടന്ന് കരയേണ്ടി വരും കേട്ടോ. വെറുതെ പറയുമല്ല. സ്തോത്രം. ഫോക്കസ് കൊടുക്കേണ്ടടുത്ത് ഫോക്കസ് കൊടുക്കണം. മകനെ മകളെ, നിന്നെ വിളിച്ചിരിക്കുന്ന ഒരു വിളിയുണ്ട്. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ മേക്ക് ഷുവർ യുവർ കോളിംഗ്. നിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും എന്ത് ചെയ്യണം? എന്നെ വിളിച്ച അനുസരിച്ച്, അപ്പനും അമ്മയും പറയണം, എന്നെ വിളിച്ച അനുസരിച്ച്, ഞങ്ങളെ വിളിച്ച അനുസരിച്ച് ഞങ്ങൾ നിന്നില്ല, ഞങ്ങൾ അടികൊള്ളും. കുഞ്ഞുങ്ങളോട് പറഞ്ഞ നിങ്ങളെ വിളിച്ച വിളി അനുസരിച്ച് നിങ്ങൾ നിന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വിരോധമായി തീരും, അടികൊള്ളും. അല്ലല്ലോ, കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, ചെറുപ്പക്കാരുണ്ട്. അവരുടെ പേരൻറ്റിങ് അല്ലെങ്കിൽ നല്ല പേരൻസായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ന്യായവിധൂസത്തിലും പ്രാഗൽഭ്യത്തോടുകൂടി അവിടെ തല ഉയർത്തി നിൽക്കണമെങ്കിൽ ഓർത്തോണം. പ്രൈസ് ലോർഡ്. ഫോക്കസ് കൊടുക്കേണ്ട ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫോക്കസ് കൊടുക്കണം. അതിന് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അപ്പം ഇതെല്ലാം എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ കണ്ടു യജമാന്മാരും ദാസന്മാരും. ചിലരുടെ വിചാരം സഭയിൽ നല്ല കുഞ്ഞ്, ജോലി സ്ഥലത്ത് എങ്ങനെ വേണേലും ആകാം, എങ്ങനെ വേണേലും ലാഭം, എൻ്റെ പ്രയോജനം, എനിക്ക് പ്രമോഷൻ കിട്ടണം, എനിക്ക് വരുമാനം കിട്ടണം, എനിക്ക് വർക്ക് കിട്ടണം. മറ്റുള്ള ലോക മനുഷ്യരുടെ കൂട്ട് തന്നെ ആ മത്സരത്തിൽ നമ്മൾ ഓടുമ്പോൾ ഇവിടെ പറഞ്ഞ യജമാനന്മാർ, ദാസന്മാർ, നിങ്ങൾ മനസ്സിലാകണം, നിങ്ങളുടെ മേളിലൊരു യജമാനനുണ്ട്. ആ യജമാനനോട് നിങ്ങൾ എന്ത് ചെയ്യണം? കണക്ക് പറയണം എന്ന് ഇവിടെ കണക്ക് തെറ്റിയാൽ, ഇവിടെ നിങ്ങൾ അന്യായം കാണിച്ചാൽ, ഇവിടെ നിങ്ങൾ ക്രിസ്തുവിൻ്റെ സ്വഭാവം നിങ്ങളുടെ ജോലി സ്ഥലത്ത് കാണിച്ചില്ലെങ്കിൽ അതിൻ്റെ കണക്ക് എന്ത് ചെയ്യും? കർത്താവ് ചോദിക്കും. അത് ലാഭമൊന്നും ആയിട്ട് പിന്നെ തീരത്തില്ല. അതെങ്ങനെയായി തീരും നിങ്ങൾക്കറിയാമല്ലോ. അപ്പം ആ കാര്യങ്ങളെ, സൊസൈറ്റിയുമായിട്ടുള്ള ബന്ധം, കുടുംബവുമായിട്ടുള്ള ബന്ധം, നല്ല സാക്ഷ്യത്തോടുകൂടി പ്രാഗൽഭ്യത്തോടുകൂടി ക്രിസ്തുവിനെ വിറ്റ്നസ് ചെയ്യുവാൻ നിങ്ങൾ യോഗ്യരാകുമ്പോൾ എന്നിട്ടാണ് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? യുദ്ധം ചെയ്താൽ മതി. എല്ലാവർക്കും പ്രവർത്തനം വലിയ ഇഷ്ടമാണ്. ഇപ്പം മിഷൻസ് എന്ന് പറഞ്ഞു ഒന്നീ ബീഹാറിലോട്ടങ്ങ് പോകും, ഒറീസയിലോട്ടങ്ങ് പോകും. ഇപ്പം വിശ്വാസികളൊക്കെ ചോദിക്കുക ആരെങ്കിലും തരണേ. അപ്പം പല ടീമുകളുണ്ട്. എന്തെങ്കിലും ഒരു എമൗണ്ട് അതിലൊരു മിഷൻസിന് തന്നു കഴിഞ്ഞാൽ നിങ്ങളും കൂടിക്കോ. ഞാനൊരു കുടുംബത്തോട് കഴിഞ്ഞിടയ്ക്ക് ചോദിച്ചു, ഞങ്ങളും പോയി ബീഹാറിൽ പോയി കണ്ടിട്ട് വന്നു. ആരെങ്കിലും ഒന്ന് പോവുകയാണെങ്കിൽ ഞാനോട് കൂടെ പോവുക, സ്ഥലമൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഒരു കുടുംബം പറഞ്ഞു, ഞങ്ങൾക്ക് ഗ്രാമത്തിലോട്ടൊന്നും പോകാൻ പറ്റിയില്ല, ഇപ്പം ഗ്രാമത്തിലൊന്നും പോകാൻ പാടില്ല, അവിടെ ഞങ്ങൾ പട്ടണത്തിൽ പോയി താമസിച്ചിട്ടെങ്കിൽ വന്നു. ബീഹാർ കണ്ടിട്ട് ഞാൻ ആരെയൊന്നും കുറ്റമായിട്ട് പറയല്ല, ഞങ്ങളൊക്കെ 94 തൊട്ട് ഇവിടുത്തെ ഗ്രാമങ്ങളെല്ലാം ജമ്മു തൊട്ട് കയറി ഇറങ്ങുന്നതാണ്. പരസ്യമൊക്കെ ടീമായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. സോ അതുകൊണ്ട് മിഷൻസോ ഗ്രാമമോ എപ്പോഴും മിഷൻസാണെന്നുകൊണ്ട് ഇന്ന് വൈകിട്ട് ഞങ്ങൾ പിന്നെയും പോകുന്ന മിഷൻസിന് പോകുന്നതിൻ്റെ അകത്ത് ഇതെല്ലാം പറയാം. എല്ലാവർക്കും ഇഷ്ടമാണ് മിഷൻസിന് പോകുവാൻ. കർത്താവിൻ്റെ സുവിശേഷനായിട്ട് രാജ്യങ്ങൾ അല്ലെങ്കിൽ ജില്ലകൾ, സംസ്ഥാനങ്ങൾ കടക്കുവാൻ, പല സ്ഥലത്ത് പോയി കർത്താവിൻ്റെ സാക്ഷിയായി തീരുവാൻ, സാക്ഷ്യം പറയുവാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. കർത്താവ് പറയുക വെയിറ്റ്. ശിഷ്യന്മാരോട് പറഞ്ഞു എന്തുവാ? ഉയരത്തിലെ ശക്തി പ്രാപിക്കുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട? യെരൂശലേം വിട്ട് നിങ്ങൾ പത്രോസൊക്കെ റെഡിയാണ്. പത്രോസിനെ അല്ലേ ടീം ലീഡർ ആക്കിയത്? റെഡിയാണ് മോനെ, നീ പോയി കഴിഞ്ഞാൽ നിനക്കറിയാമല്ലോ പഴയ അനുഭവം. കർത്താവ് വളരെ ധൈര്യമുള്ളവനായിരുന്നു. പക്ഷേ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, ഞാൻ നിനക്ക് വേണ്ടി മരിക്കാമെന്ന് പറഞ്ഞവനാ. കർത്താവിൻ്റെ ഒരു ക്രൂശീകരണത്തിൻ്റെ സമയമായപ്പോൾ എനിക്ക് ആ മനുഷ്യനെ അറിയത്തില്ലെന്ന് ആണയിട്ട് വലിയവരുടെ മുമ്പിലും പടയാളികളുടെ മുമ്പിൽ, കൊച്ചു കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വരെ പറഞ്ഞ് മരണവെപ്രാളം തൻ്റെ ഉള്ളിൽ കയറിപ്പോയി. ഇല്ലേ? എനിക്കിവരെ ആരും ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. എങ്ങനെ പറയാൻ കഴിയും? ആ യൂദാസ് ഒറ്റിക്കൊടുത്തതിനേക്കാൾ വല്ലാത്ത പണിയല്ലേ ആ പത്രോസ് കാണിച്ചത്?
എനിക്ക് മനുഷ്യനെ അറിയത്തുമില്ല, ഞാൻ കണ്ടിട്ടുമില്ലെന്ന് പറഞ്ഞ് ആണായിട്ട് സത്യം ചെയ്തവനെ. പത്രോസ് ഒന്നല്ല, എത്ര പ്രാവശ്യം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കർത്താവ് പോയി. എല്ലാ എമ്മോസിലെ ശിഷ്യന്മാർ ക്ഷീണിച്ച് പോയ പോലെ തന്നെ താനും പറഞ്ഞു ഇനി ഇതൊന്നും നടക്കത്തില്ല, ഒന്നും കർത്താവ് പറഞ്ഞു പോയില്ലേ, ഇനി ഒന്നിലും പ്രത്യാശയില്ലാതെ തിരിഞ്ഞ് പിന്മാറി പഴയ പണിക്ക് പോയി. താൻ തന്നെ പിന്മാറുമല്ല, കൂടുള്ള ശിഷ്യന്മാരെയും കൂടെ അല്ലെങ്കിൽ തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെയും കൂടി വിളിച്ച് അവരുടെയും കൂടി പിന്മാറ്റത്തിന് കാരണമായി തീർന്നു. എല്ലാവരും പഴയ പണിക്ക് പോയപ്പോഴാണ് കർത്താവ് വീണ്ടും സ്നേഹത്തോട് വന്ന് മക്കളെ എന്ന് വിളിച്ചത്. നിങ്ങൾക്കറിയാം എത്ര പ്രാവശ്യം അപ്പോസ്തലൻ അഭിഷേകം പ്രാപിക്കുന്നതിന്, പരിശുദ്ധാത്മാവ് നിറവ് പ്രാപിക്കുന്നതിന് മുമ്പേ പത്രോസിൻ്റെ ശുശ്രൂഷയിലെ വീഴ്ച, പാറയായിട്ട് നിൽക്കേണ്ടവനാ. അവൻ്റെ വിളി എന്തുവാ? നല്ല ഉരുക്ക് പോലും നിൽക്കേണ്ടവൻ. പത്രോസേ നീ പാറയായിട്ട് നിൽക്കേണ്ടവനാണ്, ഭീരുവായിട്ട് നിന്നു പോകുന്നത്. അവൻ്റെ കുഴപ്പമല്ല, ഒറ്റ വാളെടുത്ത് റോമൻ പടയാളിയുടെ ചെവി വെട്ടാൻ ധൈര്യമുള്ളവനാ, അഭ്യാസിയ ധൈര്യമുള്ളവനാ. കർത്താവിന് വേണ്ടി നിൽക്കണമെങ്കിൽ ഈ പാരമ്പര്യമായിട്ടുള്ള ധൈര്യമൊന്നും പോരാ, ലോകത്തിലെ അഭ്യാസം പോരാ എന്ന് മോശ തൻ്റെ ജീവിതത്തിൽ തെളിയിച്ചല്ലേ. പത്രോസും എല്ലാം കർത്താവിന് വേണ്ടി ധൈര്യമായിട്ട് നിൽക്കണമെങ്കിൽ അതാ ഈ അധ്യായത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ പ്രാഗൽഭ്യത്തോടുകൂടി ഐ മേ സ്പീക്ക് ദ വേർഡ് വെരി ബോൾഡ്ലി എന്ന് എഴുതിക്കും. ധൈര്യത്തോടുകൂടി വചനം സംസാരിക്കണോ, കർത്താവിൻ്റെ ആലോചന ഓരോരുത്തരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരണോ, വിടുതലിനായിട്ട് ശുശ്രൂഷ ചെയ്യണമോ, സ്തോത്രം, എന്തു വേണം? പരിശുദ്ധ ഉയരത്തിലെ ശക്തി പ്രാപിക്കാതെ നീ എന്ത് ചെയ്യല്ല, പോകല്ല. അതുകൊണ്ട് ഈ ക്രമീകരണങ്ങളെല്ലാം പ്രാപിച്ച് കുടുംബം, ജോലി സ്ഥലത്ത്, താമസിക്കുന്ന സ്ഥലത്ത് പ്രാഗൽഭ്യത്തോടുകൂടി നല്ല സാക്ഷ്യത്തോട് ജീവിക്കുമ്പോൾ ഫൈനലി മൈ ബ്രദർ ഒടുവിൽ എന്ത് ചെയ്യണം? അവൻ്റെ അമിത ബലത്തിലുമെടുത്ത് ശക്തി പ്രാപിച്ചുകൊണ്ട് എന്തിനാണ് എതിർത്ത് നിന്ന് അടുത്തത് 13-ാമത്തെ വാക്യം വായിച്ച്. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാൻ സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളു. ദൈവത്തിൻ്റെ സർവായുധവർഗം പാസ്റ്റർ എടുത്ത് നിങ്ങളുടെ തോളെ തരുമോ? നിങ്ങൾ എടുത്തുകൊള്ളുവേൻ. യു ടേക്ക് അപ്പ് ദ ഹോൾ ആമർ ഓഫ് ഗോഡ്. അങ്ങനെയല്ല, ഇത് പേഴ്സണലാണ്. ഒരു കുടുംബത്തിൽ ചിലർ അതിനുവേണ്ടി ഒരുങ്ങി ആത്മീയ പോരാട്ടത്തിന് ഒരുങ്ങുക. അവർ സർവായുധ കവചം വഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ധരിച്ചുകൊണ്ട് സാത്താനോട് പോരാടുക. അടുത്ത കുടുംബാംഗം ഒരുങ്ങിയില്ലെന്ന് വിചാരിച്ചാൽ എന്നാൽ അവരോട് ഒരുങ്ങാൻ വേണ്ടി ഞാൻ കാത്തിരുന്നാൽ ഉണ്ടല്ലോ, എൻ്റെ നിത്യതയും കൂടി ഞാൻ എന്ത് ചെയ്യും? പാസ്റ്റർമാർക്ക് മാത്രമേ പോരാട്ടമുള്ളൂ. പോരാട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയാം സാത്താൻ എന്നെയും വഴക്കെട്ടിയായിരുന്നു, അല്ലെങ്കിൽ ശല്യപ്പെടുത്തിയായിരുന്നു, എൻ്റെ ഉറക്കം കെടുത്തിയായിരുന്നു. അതൊന്നും അല്ല പോരാട്ടം. പോരാട്ടം എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുന്നത് നമ്മളെ ഇങ്ങോട്ട് വന്ന് ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു ഭാഗം മാത്രം. പോരാട്ടം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ ബലവാനെ പിടിച്ച് കെട്ടണം. ഈ ദേശശക്തി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ മാതാവിൻ്റെ ശക്തിയോ ഇവിടുത്തെ അന്യാരാധന ശക്തിയോ ഒക്കെ കെട്ടി വെച്ചിരിക്കുന്ന അനേകരെ കൊച്ചി ദേശത്ത് നിന്ന് എന്ത് ചെയ്യണം? കൈ അങ്ങോട്ട്, ശത്രുവിൻ്റെ ആ ബന്ധനത്തിൻ്റെ കൈ അങ്ങോട്ട് വിട്ടിട്ട് ആ ബന്ധനത്തിൻ്റെ കയറ് അറുത്തുകൊണ്ട് അവനെ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ എന്ത് ചെയ്യണം? യു ഹാവ് ടു സെറ്റ് ദം ഫ്രീ. ബന്ധനത്തിൽ നിന്ന് നീ അവനെ എന്ത് ചെയ്യണം? മോചിപ്പിക്കണമെങ്കിൽ നീ ആദ്യം ബലവാനോട് പോരാടണം. അവനെ ലോകത്തിൻ്റെ പ്രഭു എന്നൊക്കെയാണ് ബൈബിൾ പറയുന്നത്. ബലവാൻ ചതിയനാണ്, വഞ്ചകനാണ്, ഹീസ് എ ഡിസീവർ. നല്ലതൊന്നും ചെയ്യത്തില്ല. നന്മ പറഞ്ഞ് ഓരോ വർഷത്തിൻ്റെ ആരംഭവും മനുഷ്യരെ സന്തോഷിപ്പിക്കാൻ ഇക്ലിയിടുന്ന പോലെ ദൈവദാസന്മാർ ആത്മാവിലൊന്നും അല്ല കേട്ടോ. ഈ വർഷം കൊയ്ത്തിൻ്റെ വർഷമാണെന്നും ഐശ്വര്യത്തിൻ്റെ വർഷമാണെന്നൊക്കെ പറയുമ്പോൾ ഓരോരുത്തരും അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തു ആൾക്കാർ ഉദ്ദേശിക്കുന്നത്? കർത്താവിന് വേണ്ടി ആൾക്കാരെ നേടുന്ന കൊയ്ത്തൊന്നുമല്ല. ഈ നന്മ എന്ന് പറയുമ്പോൾ ഉയർച്ച പ്രാപിക്കും നിശ്ചയം എന്നൊക്കെ പറയുമ്പോൾ ഇസ്രയേലിനോട് പറഞ്ഞ എന്തെങ്കിലും, ഇസ്രയേലിൻ്റെ ഉയർച്ച ലോകത്തിലായിരുന്നേ. ഇസ്രയേലിൻ്റെ മനോഹര ദേശമൊക്കെ അളന്നു കൊടുത്തത് എവിടാ? ഇവിടാ. ഇസ്രയേലിൻ്റെ കനാൻ എവിടാ? ഇവിടാ. നമ്മുടെയോ? ക്രിസ്തുവിൻ്റെ വീട്. നമ്മുടെ നന്മ എന്തുവാ? ക്രിസ്തുവാ. ക്രിസ്തു എൻ്റെ ഉള്ളിൽ വന്ന നാൾ തൊട്ട് എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റമാണ് നന്മ. എനിക്ക് കർത്താവ് നിത്യതയ്ക്ക് എന്നെ യോഗ്യനാക്കി. എൻ്റെ മേലുള്ള വിളിയാണ് നന്മ. ആണോ ദൈവമക്കളെ? സ്തോത്രവും ഇല്ല, ഒന്നുമില്ല. ലോകത്തിൻ്റെ നന്മയോ ഉയർച്ചയൊക്കെ പറഞ്ഞായിരുന്നു ഇവിടെ കൂവിയേനെ നിങ്ങളില്ലേ? സ്റ്റേഡിയം മുഴുവൻ നിറഞ്ഞേനെ, വേണേ ഗ്രൗണ്ട് മുഴുവൻ നിറഞ്ഞേനെ. പ്രൈസ് ലോർഡ്. ഹാലലൂയ. നമ്മളിവിടെ ചുരുക്കം പേരായിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് മനസ്സിലാകണം യഥാർത്ഥ നന്മ എന്തുവാ, യഥാർത്ഥ സ്പിരിച്വൽ ബ്ലെസ്സിങ് എന്തുവാ നമ്മൾ മനസ്സിലാക്കണം. എഫെസ്യർ ലേഖനത്തിൽ നമ്മൾ നേരത്തെ പഠിച്ചതാ, ഒന്നുകൂടെ നമ്മൾ ചിന്തിക്കും. സ്തോത്രം. അതുകൊണ്ട് സർസി ഈ
ഇതെല്ലാം കൂടി ഇട്ട് ഈ സർവായുധ കവചം അല്ലെങ്കിൽ ദ ഹോൾ ആമർ, കംപ്ലീറ്റ്ലി കവേർഡായിട്ടിരിക്കാൻ നിങ്ങൾക്ക് പോരാട്ടമുണ്ട് ദൈവമക്കളെ, സഹോദരന്മാരും സഹോദരിമാരും. നിങ്ങൾ ഓരോ പടി എന്ത് ചെയ്യണം? അഡ്വാൻസ് ചെയ്യണം. സാത്താനെ ക്ഷീണിപ്പിക്കണം, സാത്താനെ ജയിക്കണം. ഞങ്ങൾ ശ്രീലങ്ക അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം പോയപ്പോഴും പലരും ഞങ്ങളോട് ചോദിച്ചാൽ, നിങ്ങൾ വെറുതെ ഉറങ്ങിക്കിടക്കുന്ന രാവണ ശക്തി എന്ത് ചെയ്ത് കുത്തിപ്പൊക്കിയിട്ട് പോകുന്ന, ഇനി ആ ശക്തി എല്ലാം കൂടി ഇവിടെ വന്ന് ഇനി പ്രശ്നം ഉണ്ടാക്കത്തില്ലേ? വെറുതെ കിടക്കുന്ന ശക്തി എന്ത് ചെയ്തു? അതാണോ ദൈവമക്കളെ? ദൈവദാസന്മാരും ഈ നാളുകളിൽ എന്തായി തീർന്നു പോവാം? ഭീരുക്കളായി തീർന്നു പോവാം. ഞാനും എൻ്റെ കുടുംബം ഞങ്ങളങ്ങ് സന്തോഷമായിട്ടങ്ങ് കഴിയണം. അങ്ങനെ സന്തോഷമായിട്ട് കഴിയാൻ ദൈവം സമ്മതിക്കുമോ? ചെയ്യേണ്ട വേല ചെയ്തില്ലെങ്കിൽ? ദൈവമക്കളെ, നമുക്കെല്ലാം ഉണ്ട്. വി ആർ ഇൻ എ ബാറ്റിൽ ഫീൽഡ്. സ്തോത്രം. നമുക്ക് പോരാട്ടമുണ്ട്. അതുകൊണ്ട് സർവായുധ കവചം, അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. താഴോട്ട് വന്ന് അതിൻ്റെ 18-ാമത്തെ വാക്യം വായിച്ചു. വേഴ്സ് 18. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. ആത്മാവിലുള്ള പ്രാർത്ഥന തമ്മിൽ വലിയ വ്യത്യാസമുണ്ടല്ലോ. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ എന്ന് കൊലോസ്യലേഖനത്തിൽ പറയുന്നു, ഇവിടെ പറയുന്നു പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ യൂദ 20-ാമത്തെ വാക്യം, ജൂഡ് വേഴ്സ് 20, അവിടെ നമ്മൾ വായിച്ചു, ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധീകരണത്തിനായിട്ട് ഒരുങ്ങുവീൻ. അപ്പോൾ ഈ ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. ഈ ആത്മീയ ബലം അല്ലെങ്കിൽ വിശുദ്ധീകരണം ഇവിടെ എഴുതിയിരിക്കുന്നു, പ്രാർത്ഥനയിൽ സ്ഥിരത കാണിപ്പീൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. നമുക്ക് ഈ പോരാട്ടത്തിൽ ബാക്കിയുള്ള കാര്യങ്ങൾ, വിശ്വാസം, വചനം, ഈ വാളുകളെല്ലാം നമ്മൾ കണ്ടു, ശിരസ്ത്രമൊക്കെ നമ്മൾ കണ്ടു, രക്ഷ എന്ന ശിരസ്ത്രം, ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ അവസാനം എഴുതിയിരിക്കുക, ഇതിൻ്റെ എല്ലാം മേൽ എബവ് ഓൾ എന്തുവാ ധരിക്കേണ്ടത്? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ആ പ്രാർത്ഥന വിശ്വാസം എന്ന പരിചയമാണ് നമ്മളെ എന്തിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? ശത്രുവിൻ്റെ തീയമ്പുകളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്തുവാ? വിശ്വാസം. ഒരു സാത്താൻ്റെ പദ്ധതിയും എൻ്റെ ജീവിതത്തിൽ നടക്കത്തില്ല. പിന്നെ വിശ്വാസത്താലും ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ ആത്മാവിനാലും എന്ത് ചെയ്യണം? പ്രാർത്ഥിപ്പീൻ. പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പിന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ ഇടയ്ക്ക് ഇവിടെ നമ്മൾ ഇവിടെ നിന്നുള്ള ചിലരും വേറെ സഭയിലെ ചിലരും ഒക്കെ ചേർന്ന് ഒരു ദേശത്ത് പ്രാർത്ഥനാ ടീമുണ്ട്. ലാസ്റ്റ് പ്രാർത്ഥിച്ച് ചിലർ എന്നോട് ആ ടീമിൽ നിന്ന് പറഞ്ഞു 1.5 മണിക്കൂർ അങ്ങ് ചിലരങ്ങ് പ്രാർത്ഥിക്കും. ഞാനും വിചാരിച്ചു, നമ്മുടെ അടുത്ത് വന്നു, ഇത് വലിയ പ്രശ്നമായി, അവരും പിണക്കമായി, വലിയ ആകെപ്പാട് ഭയങ്കര സംഭവമായി. ലാസ്റ്റ് ഇത് വിഷയം വന്നപ്പോൾ എന്തുവാ വിഷയം? 1-2 പേര് 1.5 മണിക്കൂർ അങ്ങ് പ്രാർത്ഥിക്കുക. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിങ്ങനെ കയറി സംസ്ഥാനങ്ങളൊക്കെ കയറി രാജ്യങ്ങളൊക്കെ കയറി ഞങ്ങളോട് പറഞ്ഞ പല വിഷയങ്ങളുണ്ട്, നിങ്ങളങ്ങ് പ്രാർത്ഥിക്കും. ഞാനും അവരോട് സ്നേഹത്തോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചു, അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ നല്ലത്, നിങ്ങൾ വീട്ടിൽ ഇരുന്ന് അത്രയും നേരം എന്ത് ചെയ്തോ? പ്രാർത്ഥിച്ചു. നിങ്ങളൊരു സഭയായിട്ട് കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ ടീമായിട്ട് കൂടുമ്പോൾ ഒരാൾ 1.5 മണിക്കൂർ പ്രാർത്ഥിക്കുക, വേറൊരാൾ 45 മിനിറ്റ് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്ന ആൾക്ക് വലിയ രസമാണ്. അവരിങ്ങനെ അങ്ങ് പ്രാർത്ഥിച്ചങ്ങ് പോകും കണ്ണടിച്ച്. ബാക്കിയുള്ളവർ കോട്ടുവായി വിടുകയും അവിടെ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു പോകത്തില്ലേ? ഇവർ നിർത്തിയിട്ട് വേണ്ട ബാക്കിയുള്ളവർ പ്രാർത്ഥിക്കാൻ. അതെന്തായി തീരും? അതൊരു പരിജ്ഞാനക്കേടല്ലേ? ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ ഒരിക്കലും ആ പരിജ്ഞാനക്കേട് വരത്തില്ല. തമ്മിലുള്ള വ്യത്യാസം അപ്പോസ്തലൻ പറയുന്നു, 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൽ പറഞ്ഞു, എനിക്ക് ബുദ്ധിയിൽ പ്രാർത്ഥിക്കാനും അറിയാം, ഐ നോ ഹൗ ടു പ്രേ ഇൻ ദ സ്പിരിറ്റ്, അതർവൈസ് പ്രേ ഇൻ ദ വിസ്ഡം. അപ്പം ബുദ്ധിയിലും പ്രാർത്ഥിക്കാൻ എനിക്കറിയാം, ആത്മാവിലും പ്രാർത്ഥിക്കാനറിയാം. അപ്പം ഞാൻ ആ 1.5 മണിക്കൂർ പ്രാർത്ഥിച്ച ആളോട് ഞാൻ ചോദിച്ചു, ഇത് ചെറിയ വിഷയമല്ല, വലിയ പിണക്കായി. ഇവിടെ ഇരിക്കുന്നവർ ചിലർക്കറിയാം, വലിയ പിണക്കായി, ആകെപ്പാടെ പിണക്ക് ഇപ്പോഴും കംപ്ലീറ്റ്ലി എല്ലാവരെയും മാറിയിട്ടില്ല. സ്തോത്രം. എന്തുമായാലും ആ 1.5 മണിക്കൂർ ആ പ്രാർത്ഥനകളൊക്കെ തൽക്കാലം ഒരു പോസിലാണ്. സ്തോത്രം. അല്ലെ നിൽക്കുന്നത് അങ്ങനെ തന്നെ നിൽക്കുന്നു. അപ്പം ഞാൻ പറയാൻ കാരണം, അതിനൊക്കെ എല്ലാവർക്കും എൻ്റെ ന്യായങ്ങൾ പറയാനുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുമല്ലേ പാസ്റ്റർ, വല്ല നമുക്ക് പറയാൻ പറ്റുമോ? ശരിയല്ലേ? പ്രാർത്ഥിക്കുമല്ലേ? രാജ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമല്ലേ? ഈ ഞാൻ ചോദിച്ചപ്പോൾ ഇന്നലെ പ്രാർത്ഥിച്ചത് തന്നെയാണോ നാളെയും പ്രാർത്ഥിക്കുന്നത്? ഇവർക്ക് എല്ലാ ദിവസവും ഇവരിങ്ങനെ കൂടുമായിരുന്നുമായിട്ട്. അപ്പോൾ ഇന്നലെ പ്രാർത്ഥിച്ചനാണോ? അപ്പോൾ ജൽപ്പനമായി പോവല്ലേ? ഇന്നലെ പ്രാർത്ഥിച്ച അതേ വിഷയം നാളെ പ്രാർത്ഥിക്കുക, അതേ വിഷയം മറ്റന്നാളെ പ്രാർത്ഥിക്കുക. അതാ കർത്താവ് പറഞ്ഞ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജാതികൾ പ്രാർത്ഥിക്കുന്ന പോലെ എന്ത് ചെയ്യല്ല, ഇറ്റ് ഷുഡ് നോട്ട് ബി വെയിൻ റിപ്പിറ്റേഷൻസ് എന്നായിരിക്കുന്നത്. വൃഥ ആവർത്തനമാകൽ, പ്രാർത്ഥന ആവർത്തനമാകൽ. അതിന് ആവശ്യങ്ങളാണേലും സ്തോത്രത്തോടുകൂടി ഒരു വട്ടം പറയുവാൻ ആരനുവദിച്ചിട്ടുണ്ട്? പിന്നെ തരണേ കർത്താവേ തരണേ, അമ്മാ, കേട്ടിട്ടില്ലേ റെയിൽവേ സ്റ്റേഷനിലൊക്കെ? ഇതാണോ യാചന? ഭൗമിക വിഷയത്തിന് വേണ്ടി തരണമേ. നമ്മളും കർത്താവുമായിട്ടുള്ള ബന്ധം ബെഗറിൻ്റെ ബന്ധമാണ്, യാചനയുടെ ബന്ധമാണ്. എവിടെ ദൈവമക്കളെ അപ്പോസ്തലന്മാരങ്ങനെ പ്രാർത്ഥിച്ച?
എവിടാ? പ്രൈസ് ലോർഡ്. സി, നമ്മളെ വിളിച്ചിരിക്കുന്ന ഒരു വിളിയുണ്ട്, നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്. ഇതൊക്കെ അങ്ങോട്ട് മറന്നു പോയിട്ട് നമ്മൾ ഇവിടെ ഒത്തിരി തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ടല്ലോ. ഇവിടെ എടപ്പള്ളിയിൽ ഇവിടെയൊക്കെ നോക്കുമ്പോൾ അവിടെ നിന്നിട്ട് എല്ലാ മതക്കാരും അതിൻ്റെ ഫ്രണ്ടിൽ മെഴുകുതിരിയൊക്കെ വെച്ചിട്ടിരുന്ന് ഇങ്ങനെ കരയുന്ന കണ്ടിട്ടുണ്ട്. എടപ്പള്ളിയിലാണെങ്കിൽ കോഴി വെട്ടിക്കൊണ്ടാണ് അവിടെ ചെല്ലുന്നത്. ചിലയിടത്ത് സ്വർണ്ണപ്പാമ്പ് ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലും. എന്തിനാണ് അവർ ഈ നേർച്ചകളെല്ലാം നടത്തുന്നത്? കാര്യങ്ങൾ സാധിക്കാൻ. ഇവിടെ ഇരുന്ന് നമ്മളും പ്രാർത്ഥനയാത് പറഞ്ഞ് കർത്താവേ തരണേ, അവർക്ക് കൊടുത്തു, കർത്താവേ എനിക്ക് ഇതുവരെ ചോദിച്ചിട്ട് തന്നില്ല, തരണമേ തരണമേ, ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ. ഞാൻ പറഞ്ഞു, എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, ജാതികളും പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ പ്രാർത്ഥന പോലും നമ്മുടെ പ്രാർത്ഥനയായി തീരുവാണെങ്കിൽ എന്തുവാ ദൈവമക്കളെ വ്യത്യാസം? നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് എവിടെ പോയി? നമ്മൾ ബുദ്ധിയിൽ പ്രാർത്ഥിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ ലിസ്റ്റ് വെച്ച് പ്രാർത്ഥിച്ചാൽ ഇങ്ങനെ പ്രാർത്ഥിക്കൂ. കാര്യം ജഡത്തിന് ഇതൊക്കെയാണ് വേണ്ടത്. പക്ഷെ ഉള്ളിലൊരു ആത്മീയ മനുഷ്യനുണ്ട്. ആത്മീയ മനുഷ്യൻ ആത്മാവിൽ ഉണർന്നുകൊണ്ട് സ്തോത്രം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം, പലപ്പോഴും നമ്മൾ ഈ ബുദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ പ്രാർത്ഥിച്ചാലും ജീവനില്ലാതെ, രൂപാന്തരമില്ലാതെ എഴുന്നേക്കും. നമുക്കറിയാം, മാനസാന്തരമില്ലാതെ ഒരു മാറ്റവും എൻ്റെ വ്യക്തിത്വത്തിനും. പക്ഷെ ഒരു 5-10 മിനിറ്റ് ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ലിസ്റ്റൊക്കെ പോയി. തുടങ്ങിയത് കർത്താവേ സ്തോത്രം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി. പിന്നെ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രാർത്ഥിച്ചത് ഒരിക്കലും നാളെ ആവർത്തിക്കത്തില്ല. അത് ആത്മാവിൻ്റെ പ്രാർത്ഥനയുടെ വ്യത്യാസം. ആത്മാവിൽ ഓരോ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവുമായിട്ടുള്ള ബന്ധം പോലും ഇറ്റ് ഈസ് ന്യൂ എവറി മോർണിംഗ്, ഇല്ലേ? കർത്താവുമായിട്ടുള്ള ബന്ധം ഓരോ പകലും അത് അതുകൊണ്ടാണ് കർത്താവുമായിട്ടുള്ള ബന്ധം ബോറിംഗ് ആയി തീരാത്തത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിസ്റ്റ് വെച്ച് ആവർത്തിച്ച് പ്രാർത്ഥിച്ചാൽ അത് ബോറിംഗ് ആയി തീരും ദൈവമക്കളെ, അത് ബോറിംഗ് ആയി തീരും. അവിടെ ഒന്നും ആത്മാവിൽ ജീവൻ പ്രാപിക്കത്തില്ല, അവിടെ നിന്ന് രൂപാന്തരം പ്രാപിക്കത്തില്ല. അവിടെ നമുക്ക് തീരുമാനമെടുക്കാം, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയും എല്ലാം എന്തായി തീരട്ടെ? ആത്മാവിൽ. അപ്പം ഇവിടെ ഈ പറയുന്ന സർവായുധ കവചത്തിൻ്റെ ലാസ്റ്റ് പ്രാർത്ഥന ഇവിടെ നമ്മൾ കണ്ടല്ലോ. യൂദായിലും കൊലോസ്യ ലേഖനത്തിലും ഇവിടെ എഫേസ്യ ലേഖനത്തിലൊക്കെ എഴുതിയിരിക്കുന്ന പ്രേ ഇൻ ദ സ്പിരിറ്റ്. വലിയ വ്യത്യാസമുണ്ട് ദൈവമക്കളെ. ആത്മാവിൽ എന്ത് ചെയ്യണം? നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. യെസ്, ആത്മാവിൽ പ്രാർത്ഥിച്ച 18 ലാസ്റ്റ് വായിച്ചേ. ആത്മാവിൽ പ്രാർത്ഥിക്കുക, അതിനായിട്ട് എന്ത് ചെയ്യുക? ജാഗരിക്കുക. ആത്മാവിൽ ഐക്യപ്പെട്ട് എല്ലാവരും ചേർന്ന് അപ്പം നമുക്ക് ഏക മനസ്സുണ്ടായിത്തീരും. ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു ഇതുപോലെ, വലിയൊരു കാര്യമാണ്, ലോകത്തിൻ്റെ ഭാരം മുഴുവൻ ഞാൻ ചുമക്കണം, ഒറ്റയ്ക്കാണ് ചുമക്കേണ്ടത്, നിങ്ങളെ അതിനുവേണ്ടി വിളിച്ചിട്ടില്ല, അത് ആരാണ് ചെയ്യേണ്ടത്? പിതാവിൻ്റെ ഇഷ്ടപ്രകാരം യേശു കർത്താവ് പറയാൻ ഞാനാണ് ചെയ്യേണ്ടത്. അവസാനത്തെ ആടായിട്ട് ആ പഴയ നിയമ പ്രമാണം, ആരാധന പ്രമാണം തീരുവ. ഇനി തൊട്ട് പഴയ നിയമ ആരാധന പ്രമാണം എന്തില്ല? പഴയ നിയമമല്ല ഇനി തൊട്ട് നമ്മുടെ ആരാധന പ്രമാണം. ആലയത്തിൻ്റെ ആ കേട്ടൻ എന്ത് ചെയ്തു? മേൾ തൊട്ട് അടിവരെയും 2ആയിട്ട് കീറി. ഇനി ആ ആലയത്തിലല്ല കർത്താവിൻ്റെ സാന്നിധ്യം വസിക്കുന്ന, എൻ്റെ ഹൃദയമാണ് ദൈവത്തിൻ്റെ ആലയം. ഇനി ആ തേജസ് അവിടെ അല്ല വസിക്കാൻ പോകുന്നത്, യെരൂശലേം ആ തേജസ്സും ആത്മനിറവും എൻ്റെ ഹൃദയത്തിലാണ് വസിക്കാൻ പോകുന്നത്. ഞാൻ അതിനു വേണ്ടി ഒരുക്കണം. അപ്പോൾ ആരാധന പ്രൗണ്ട് അതിനുവേണ്ടി അവസാനത്തെ കുഞ്ഞാടായിട്ട് ഞാൻ മരിച്ചാലേ പറ്റൂ. പക്ഷെ ഞാൻ മനുഷ്യനായിട്ടാണ് അത് ചെയ്യുന്നത്, ദൈവമായിട്ടല്ല. ആസ് ഹ്യൂമൻ, ആസ് എ മാൻ, മനുഷ്യനായിട്ടാണ് ഞാൻ. എന്നെക്കൊണ്ട് കഴിയത്തില്ല, കഴിയുമെങ്കിൽ ഈ ഭാരപാത്രം എന്ത് ചെയ്യണം? അതുകൊണ്ട് എന്നോടുകൂടി ഈ ശുശ്രൂഷയുടെ ഭാരം വഹിക്കുവാൻ കൂടെ നടന്നതല്ലേ 3.5 വർഷം. ഈ ദൈവത്തിൻ്റെ അത്ഭുതമെല്ലാം കണ്ടതല്ലേ. ഞാൻ ബലപ്പെട്ട പോലും, ശുശ്രൂഷയിൽ ബലപ്പെട്ട പോലും നിങ്ങളും ശുശ്രൂഷയിൽ എന്ത് ചെയ്തതാ? ബലപ്പെട്ടാൻ ദൈവം അവസരം തന്നു. ബലം പ്രാപിച്ചോ ഇല്ലയോ അത് അവരുടെ കാര്യമാണ്. വിശ്വസ്തനായോ നാശയോഗ്യനായോ യൂദാസ്, ഇതൊക്കെ അവരുടെ കാര്യമാണ്. ദൈവം എന്ത് ചെയ്തു? ഈ കണ്ടിന്യൂസ് മിനിസ്ട്രി ആയിരുന്നു ഈ 3.5 വർഷം. ദൈവം അവർക്ക് അവസരം കൊടുത്തു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അല്പനേരം എന്നോട് കൂടി ഒന്ന് പ്രാർത്ഥനയിൽ. എന്നിട്ട് കർത്താവ് പോയി മുട്ടുമേൽ ഇന്ന് ഗെത്സമനത്തോട്ട് തിരിച്ചു വന്ന് 3 പ്രാവശ്യം ദൈവമക്കളെ ഓരോ പോട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ ചില സമയത്ത് ഉഴപ്പന്മാരായ കുഞ്ഞുങ്ങളോട് ചില സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞ് തിരിച്ച് വരുമ്പോൾ അവരും അപ്പോൾ ഒറ്റ വാക്കൽ സ്വന്തം പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ചില കുഞ്ഞുങ്ങൾ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഉടനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, ഇല്ലേ? കർത്താവുമായിട്ട് ആ ബന്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ കുറച്ചുകൂടെ ഒക്കെ കഴിയുമ്പോൾ ചിലപ്പം എന്ത് ചെയ്യും? ദൈവം അവരെ ആത്മാവിനാൽ നിറയ്ക്കുമ്പോൾ അവർക്ക് ആ പ്രാർത്ഥനാ ടൈം എന്ത് ചെയ്യാൻ പറ്റും? എൻജോയ് ചെയ്യാൻ പറ്റും. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം കൊച്ചിലേ അവിടെ പ്രേയർ ടൈം, കർത്താവുമായിട്ടുള്ള സംസാര സമയത്ത്. അതുകൊണ്ട് ഇവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുക, ആത്മാവിൽ എന്ത് ചെയ്യണം? ആത്മാവിൽ പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയിൽ ജാഗരിക്കണം. കാരണം യേശു കർത്താവ് പറയുന്നുണ്ട്,
ആഗ്രഹമുണ്ട്, മനസ്സിന് എന്തുണ്ട്? ആഗ്രഹമുണ്ട്. പക്ഷേ ശരീരം എന്തുവാ? ബലഹീനമാണ്. അപ്പം പ്രാർത്ഥനയെ ആത്മാവിൽ പ്രാർത്ഥിക്കുക. 19-ാമത്തെ വാക്യം വായിച്ചേ. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എന്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടവണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിക്കും. ഒത്തിരി ആഴം ഇവിടെ എഴുതിയിരിക്കുന്ന രണ്ട് കാര്യം പ്രധാനമായിട്ട്. ഒന്ന് ഇവിടെ എഴുതിയിരിക്കുന്ന എന്തുവാ? ഞാൻ എന്തിനാണ് ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്? നമ്മളാണ് പറഞ്ഞതിന് കുഞ്ഞുങ്ങളുടെ ഭാവിയിലെ നന്മ, ഇതൊക്കെ വലിയ സോഫ്റ്റ് കോർണർ എല്ലാ കുടുംബത്തിനും എല്ലാവർക്കും. പക്ഷേ കർത്താവിന് ഇതൊരു വിഷയം നമ്മുടെ കുഞ്ഞുങ്ങളുടെ നന്മയൊന്നും കർത്താവിനൊരു വിഷയമല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ കർത്താവിന് വേണ്ടി സുവിശേഷകരായി നിൽക്കുന്നോ, അയക്കുന്ന ദേശത്ത് നിൽക്കുന്നോ ഇല്ലയോ, അത് മാത്രമേ ഉള്ളൂ കർത്താവിന് വിഷയം. നമുക്കാണ് എന്തുവാ വിഷയം? എൻ്റെ സുഖം, എൻ്റെ സന്തോഷം, എൻ്റെ ആരോഗ്യം, എൻ്റെ സന്തോഷമായിട്ട് കഴിയണം. ഓർത്തോണം. കർത്താവിൻ്റെ മനസ്സും നമ്മുടെ മനസ്സുമായിട്ടുള്ള വ്യത്യാസം മനസ്സിലായോ? നമ്മുടെ മനസ്സും കർത്താവിൻ്റെ മനസ്സുമായിട്ടുള്ള വ്യത്യാസം. ഇനി നമ്മൾ പതുക്കെ ആത്മാവിൽ ബലം പ്രാപിച്ചുകൊണ്ട് ആരുടെ മനസ്സായി തീരണം? ഹാവ് ദ സെയിം മൈൻഡ് ഓഫ് ക്രിസ്തുവിൻ്റെ അതേ ഭാവമായി തീരണ്ട. ഇപ്പോഴും ആയോ? എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ കുടുംബം, എൻ്റെ സുഖം എന്ന് ചിന്ത ഉണ്ടെങ്കിൽ ഇതുവരെ ക്രിസ്തുവിൻ്റെ മനസ്സായി ദൈവമക്കളെ. എനിക്ക് ഇതുവരെ ക്രിസ്തുവിന് പേഴ്സണലായിട്ട് അടുത്തൊഴിക്കുന്ന ആളെ ഒന്നും നോക്കണ്ട. എൻ്റെ മനസ്സ് ഇതുവരെ ക്രിസ്തുവിൻ്റെ മനസ്സായിട്ട് എനിക്കിപ്പോഴും എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കുടുംബവും എൻ്റെ സുഖവും ഒക്കെ ആ വിഷയം. ഈ കുഞ്ഞുങ്ങളും കുടുംബവും ഒക്കെ എത്ര നാളുണ്ട് ദൈവമക്കളെ ഈ ബന്ധം? എത്ര നാളുണ്ട്? പ്രായമുള്ളവർ ഇവിടെ ഇരിപ്പുണ്ട്. അല്പകാലം കൂടെ നിങ്ങൾ ലോകത്തിൽ നിന്ന് മാറിപ്പോകുന്നവരും. പിന്നെ അല്ലെങ്കിൽ ചെറുപ്പക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്കെല്ലാവർക്കും ഈ കുടുംബ ബന്ധവും ലോകവുമായിട്ടുള്ള ബന്ധം കാഹളം ഊതുന്നവരെ മാത്രമേ അവിടെ ചെന്ന് നമ്മുടെ കുടുംബത്തെ അടുത്തിരുത്താനോ ഒന്നിച്ച് നമുക്ക് അവിടെ കുടുംബമായിട്ട് സന്തോഷിക്കും. ഞാൻ എൻ്റെ മക്കളെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അവരെ അറിയത്ത് പോലുമില്ല. കാര്യം ഞാൻ ജഡത്തിലല്ല വസിക്കുന്നത്. ഞാൻ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ വസിക്കുമ്പോൾ എനിക്ക് അറിയാം എൻ്റെ മോനാണ് അല്ലെങ്കിൽ ഭാര്യയാണ്. അവരോട് എനിക്ക് ഒരു സ്നേഹവും ആ സമയത്ത് കാണത്തില്ല. ബിക്കോസ് ഞാൻ സ്വർഗീയ ശരീരത്തിലാണ് വസിക്കുന്നത്. സ്വർഗീയ ശരീരത്തിൽ വസിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഫോക്കസ് തേജസ്സിൻ്റെ സിംഹാസനമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൻ്റെ മണവാട്ടിയായിട്ട് ദൈവം നമ്മളെ അവിടുന്ന് നമുക്ക് എന്തുണ്ട്? വലിയ അധികാരമുണ്ട്, ശുശ്രൂഷയുണ്ട്. നമ്മളത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. അവിടെ സ്വർഗീയ സൈന്യമുണ്ട്. നമുക്കവിടെ വലിയ ശുശ്രൂഷയുണ്ട്. സിംഹാസനം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സിംഹാസനം ഉണ്ടെങ്കിൽ കർത്താവിനോടുകൂടി നമ്മളും വാഴും. അവിടെ വലിയ സന്തോഷം അതേ മക്കളെ. അപ്പം ഈ താൽക്കാലിക ബന്ധത്തിന് വിഷമമാണ്. ഇവിടെ ആയതുകൊണ്ടാണ് നിങ്ങളാരും എന്നെ കല്ലെറിയാത്തത്. പ്രയാസമാണ്. പക്ഷെ ഓർത്തോണം, കുടുംബ ബന്ധം താൽക്കാലികമാണ്. ഇറ്റ് ഈസ് ടെമ്പററി. ഒരു നൊടി നിമിഷം എന്ന് പറയുന്ന പോലെ തന്നെ ഇതൊക്കെ ഈ ലോകം വിട്ടിട്ട് പോകുന്നവരും. അപ്പോൾ താൽക്കാലിക ബന്ധത്തിന് അത്രയും പ്രാധാന്യത. കുഞ്ഞുങ്ങളെ നോക്കണ്ടാവുന്നോ കുടുംബത്തിന് കരുതണ്ടാവുന്നോ ഒന്നുമല്ല ദൈവമക്കളെ പറയുന്നത്. കുടുംബത്തിന് വേണ്ടി കരുതാത്തവൻ എന്തുവാണ്? നിങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ ആത്മീയ അർത്ഥത്തിൽ തന്നെ അത് മനസ്സിലാക്കണം. പക്ഷേ ഇതൊരു ക്രിസ്തുവുമായിട്ടുള്ള നിത്യബന്ധം വെച്ച് നോക്കുമ്പോൾ ഈ കുടുംബവുമായിട്ടുള്ള ബന്ധം ഒരു സെക്കൻഡ് പോലുമില്ല. മനസ്സിലായോ? അത് നിത്യബന്ധം, ഇത് താൽക്കാലിക ബന്ധം. താൽക്കാലിക ബന്ധത്തിന് അത്രയും പ്രാധാന്യത കൊടുത്താൽ മതി. നിത്യബന്ധത്തിനാണ് എല്ലാ പ്രാധാന്യതയും കൊടുക്കേണ്ടത്. ഈ താൽക്കാലിക ബന്ധത്തിന് കൂടുതൽ പ്രാധാന്യത കൊടുത്തിട്ട് അവസാനം നമ്മുടെ നിത്യത നഷ്ടപ്പെടുവാൻ ഇടയായിത്തീരും. അപ്പം എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? ഒന്ന്, എനിക്ക് പ്രാഗൽഭ്യത്തോടുകൂടി വചനം സംസാരിക്കുവാൻ. ദൈവമക്കളെ, ആ വചനം താഴോട്ട് പറയുന്നു. അതെന്തുവാണ്? ക്രിസ്തുവിനെ പറ്റിയുള്ള മർമ്മമാണെന്നാണ് പറയുന്നില്ലേ? മിസ്റ്ററീസ് ഓഫ് ദ സുവിശേഷത്തിൻ്റെ മർമ്മം. എനിക്ക് സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടുകൂടി അറിയിപ്പാൻ ഞാൻ വാ തുറക്കുമ്പോൾ എന്ത് വേണം? വചനം നൽകണം. വാ തുറക്കുമ്പോൾ എന്ത് ചെയ്യണം? കർത്താവ് എനിക്ക്. ദൈവമക്കളെ, ഞങ്ങളിപ്പം ഒരാഴ്ച 6 ദിവസം ശ്രീലങ്കയിൽ കാണും. ഞങ്ങൾ ഇവിടുന്ന് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് പോയിട്ട് വല്ല കാര്യമുണ്ടോ? ശ്രീലങ്കയുടെ അവസ്ഥ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ കഷ്ടമാണ്. മറ്റുള്ള ഏത് രാജ്യയിലും, ഇനി ആഫ്രിക്കയിൽ പോയി വേണേലും പിന്നെയും കുറച്ചുകൂടി നമ്മൾ എന്തെങ്കിലുമൊക്കെ വിചാരിച്ച് അറിയാവുന്ന വചനമൊക്കെ പറയാം. ഈ അറിയാവുന്ന സ്റ്റോക്ക് വെച്ചുകൊണ്ട് അവിടെ ചെന്ന് പറഞ്ഞിട്ട് ആ ദേശം വിടുവിക്കപ്പെടുമോ? ദൈവമക്കളെ, 5 ദൈവദാസന്മാരാണ് പോകുന്നത്. ഞങ്ങൾ 5 പേരും എന്ത് ചെയ്യണം? ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. ഇല്ലേ? എന്നാലേ ഈ പോകുന്ന പോക്കുകൊണ്ട് കാര്യമുള്ളൂ, ഫലമുള്ളൂ. അപ്പം ആ ദേശത്തിന് ആവശ്യമുള്ള നമ്മൾ ചെല്ലുന്ന ഓരോ സ്ഥലത്ത്, അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കണം.
ദൈവമക്കളെ, അപ്പോസ്തലൻ പറയുക, കാര്യം പ്രാർത്ഥന ആവശ്യമാണ്. അപ്പോസ്തലൻ ശുശ്രൂഷിക്കണമെങ്കിൽ പുറയിലൊരു പ്രാർത്ഥന ടീം ആവശ്യമാണ്. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കേണ്ടത് ലോകത്തിലെ ഒരു ലിസ്റ്റുമല്ല. പ്രാർത്ഥിക്കേണ്ടത് ഞങ്ങൾ വാ തുറക്കും, ക്രിസ്തുവിൻ്റെ മർമ്മം, സുവിശേഷത്തിൻ്റെ മർമ്മം സംസാരിക്കുവാൻ. രണ്ടാമത് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്തുവാണ്? ഇത് പ്രാഗൽഭ്യത്തോടുകൂടി ധൈര്യമായിട്ട്, that we may speak boldly, that Lord may give us the boldness. ഇത് ധൈര്യമായിട്ട് സംസാരിക്കുവാൻ. ദൈവമക്കളെ, ഒത്തിരി പേർക്ക് അറിവുണ്ട് വചനത്തിൻ്റെ. എന്തുണ്ട്? ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്, അവർക്ക് വളരെ ഡീപ്പായിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്നത് കൊണ്ട്, ആരെങ്കിലും ദൈവദാസന്മാരിൽ ഡീപ്പായിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, ദേ ഹാവ് ദ നോളജ്, അവർക്ക് അറിവുണ്ട്. പക്ഷെ എന്തില്ല? അവരുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി വിശ്വസ്തയോട് നിൽക്കേണ്ട സമയത്ത് ബലമില്ല, ധൈര്യമില്ല. ദേ നോട്ട് ഏബിൾ ടു സ്റ്റാൻഡ് ഫെയ്ത്ത്ഫുൾ ഫോർ ദ കോളിംഗ്. വിളി അനുസരിച്ച് നിൽക്കുവാൻ ലോകമാണ് പലപ്പോഴും അവരുടെ മനസ്സിൽ കയറി വരുന്നത്. സമയം വരുമ്പോൾ നിൽക്കുവാനുള്ള ധൈര്യം. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അപ്പച്ചൻ്റെ ധൈര്യം കൊണ്ടോ അപ്പൻ്റെ ധൈര്യം കൊണ്ടോ കുടുംബത്തിൻ്റെ ധൈര്യം കൊണ്ടോ ലോകത്തിൽ എനിക്ക് എന്തെങ്കിലും ഉള്ളത് കൊണ്ടോ ഒന്നും എനിക്ക് ധൈര്യമായിട്ട് ക്രിസ്തുവിന് വേണ്ടി നിൽക്കുവാൻ കഴിയത്തില്ല. ലോർഡ് ഷുഡ് അനോയിൻറ്റ് മീ ഫോർ ദാറ്റ്. ദൈവത്തിൻ്റെ ശക്തി വേണം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, ഒന്ന് എനിക്ക് വാ തുറക്കുമ്പോൾ, മർക്കോസിൻ്റെ സുവിശേഷത്തിലൊക്കെ എഴുതിയിട്ടില്ലേ? മർക്കോസ് 13:11 എഴുതിയിട്ടുണ്ട്, അവർ നിങ്ങളെ കൊണ്ടുപോയി ഏൽപ്പിക്കുമ്പോൾ എന്ത് പറയേണ്ടു എന്ന് മുൻകൂട്ടി വിചാരപ്പെടരുത്. ആ നാഴികയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെ പറയും. നിങ്ങൾ നേരത്തെ പ്രിപ്പയർ ചെയ്യേണ്ട എന്തു പറയണമെന്ന്. ആ നാഴികയിൽ പരിശുദ്ധാത്മാവ് നാവിൽ തരുന്നത് എന്ത് ചെയ്താൽ മതി? പറയുന്നത് നിങ്ങളല്ല, പരിശുദ്ധാത്മാവ്. പറയുന്നത് നിങ്ങളല്ല, യേശു പറയുന്ന വാക്ക് കേട്ടോ. പറയുന്നത് നിങ്ങളല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അങ്ങനെ ആയിരിക്കണം. വി ഷുഡ് ബി ഡ്രൈവ്ഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. അപ്പോൾ ഓരോ സമയത്തും ദൈവദാസന്മാർക്ക് അങ്ങനെ അനുഭവങ്ങളുള്ളൂ. നമ്മൾ പലതും പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോകും, പക്ഷെ അവിടെ വരുമ്പോൾ പരിശുദ്ധാത്മാവ് അതല്ല. സ്തോത്രം. ആ ജനത്തിന് ആവശ്യമുള്ള. അപ്പം അങ്ങനെ പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ശുദ്ധിയുള്ള അതരത്തോടുകൂടി, ശുദ്ധിയുള്ള ഹൃദയത്തോടുകൂടി പ്രാർത്ഥനയിൽ ജാഗരിച്ച് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ നാവിൽ തരും. അത് നിങ്ങളല്ല പറയുന്നത്, തീരുമാനിക്കുന്നത് നിങ്ങളല്ല, പ്രിപ്പയർ ചെയ്യേണ്ടത് ബൈ ദ ഹോളി സ്പിരിറ്റ്. അപ്പം ഇവിടെ എഴുതിയിട്ടുണ്ട്, രണ്ട് കാര്യത്തിന് അപ്പോസ്തലൻ പറയുന്നത് ഓർപ്പിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഒന്ന് എന്തുവാണ്? വാ തുറക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വചനം തരണം. ആ വചനം എന്തുവാ? താഴെ എഴുതിയിട്ടുണ്ട്, ക്രിസ്തുവിനെ പറ്റിയുള്ള മർമ്മം, സുവിശേഷത്തിനെ പറ്റിയുള്ള ദ മിസ്റ്ററീസ് ഓഫ് ദ ഗോസ്പൽ. അതിൻ്റെ അകത്ത് ഇത് നിങ്ങൾക്ക് നന്മയും ഐശ്വര്യവും അടിക്കടി ഉയർച്ചയും ലോകത്തിൽ മാനിക്കുമൊന്നും വരുന്നില്ല. എൻ്റെ ക്രിസ്തുവിന് കിട്ടാത്ത മാനമാണോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്? നിങ്ങൾ ആരെയാണ് പിൻപറ്റുന്നത്? ലൂസിഫറിനെയാണോ ക്രിസ്തുവിനെയാണോ? ലൂസിഫർ അല്ലേ പറഞ്ഞത്? അല്ലെ സാത്താനല്ലേ പറഞ്ഞത്? ഒന്ന് കമന്നാൽ മതി, ഐ വിൽ ഗിവ് യു ഓൾ ദ ഗ്ലോറി, ഈ മഹത്വം എല്ലാം തരാമെന്ന് പറഞ്ഞത് എന്തുവാ? സാത്താനാ പറഞ്ഞത്, ക്രിസ്തു പറഞ്ഞിട്ടില്ല. എന്നെ പിൻപറ്റിയാൽ മനുഷ്യരെ പിടിപ്പിക്കുന്നവരാക്കി, ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മെൻ, അതല്ലേ ക്രിസ്തു പറഞ്ഞത്. ഡോണ്ട് ഗെറ്റ് ഇറ്റ് റോങ്. നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലായി. ക്രിസ്തു നമ്മളോട് എല്ലാം പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യത്തിലധികം പണം തരാൻ ദേശത്ത് മാനിക്കുന്നതെല്ലാം ക്രിസ്തു പറഞ്ഞു. പഴയ നിയമത്തിൽ എബ്രഹാമിൻ്റെയും ലോത്തിൻ്റെയും ഒന്നും എടുക്കണ്ട. അത് ഇസ്രയേലുമായിട്ടുള്ള ദൈവത്തിൻ്റെ ബന്ധമല്ല, നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധം. ഓർത്തോണം, പഴയ നിയമത്തിൽ നമുക്ക് പല സത്യങ്ങൾ മനസ്സിലാകാനാണ് പഴയ നിയമം വെച്ചിരിക്കുന്നത്. പക്ഷെ അതിനേക്കാൾ ശ്രേഷ്ഠമുള്ള ബന്ധമാണ് ഞാനും കർത്താവുമായിട്ടുള്ള ബന്ധം. അവരാരും കർത്താവിൻ്റെ മണവാട്ടിയായി തീരത്തില്ല, എബ്രഹാം ഉൾപ്പെടെ. വചനം പറയുന്നു, ഞാൻ എന്തായി തീരും? യേശു പറഞ്ഞതാണ്. അപ്പോസ്തലന്മാരും പറഞ്ഞല്ല, എന്നിൽ കൂടി വീണ്ടും ജന്മം പ്രാപിച്ചവനോ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ. പഴയ നിയമ ഭക്തരേക്കാൾ വലിയൊരു സ്ഥാനമാണ്. അവരൊക്കെ കർത്താവിൻ്റെ സ്നേഹിതരായിട്ടും പുതിയ യെരൂശലേമിൻ്റെ പുറത്ത് 12 തൂണായിട്ടും ഒക്കെ നിൽക്കുമ്പോൾ, ഞാനും എൻ്റെ യേശു മണിയറയ്ക്ക് ഉള്ളിലാണ്. ദ ഡോർ വിൽ ബി ഷട്ട്. പ്രൈസ് ലോർഡ്. ഞാനും ക്രിസ്തുവും ഒന്നായി തീരേണ്ടതിന്, ഞാൻ ഇരുത്തുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന്. നിങ്ങൾക്ക് ആ ബന്ധം ഒന്ന് മനസ്സിലായോ? ആ ബന്ധം മനസ്സിലായ പിന്നെ നമ്മൾ ലോകത്തെ സ്നേഹിക്കാൻ പോകും, നമ്മൾ പാപത്തെ സ്നേഹിക്കാൻ പോകുമോ ദൈവമക്കളെ? ഇത് നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമുക്കിതറിയാം. അത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മറന്നു പോകും. ആ ഭാഗം വായിച്ചിട്ട് നമുക്ക് അത് പ്രാഗൽഭ്യത്തോടുകൂടി അറിയിക്കുവാൻ. ഞാൻ പറഞ്ഞാൽ ഒത്തിരി പേർക്ക് അതിൻ്റെ നോളജ് ഉണ്ട്, പക്ഷെ എന്തില്ല? ധൈര്യമില്ല. ദൈവമക്കളെ, ക്രിസ്തു തരുന്ന ധൈര്യം എന്ന് പറയുന്ന, അതിന് ഗവൺമെൻറ്റിൻ്റെ നിയമം എതിരായാലും, ഇനി കേരളത്തിൽ ആൻറ്റി കൺവേർഷൻ ബിൽ വന്നാലും, ആ ബില്ല് വന്നാൽ പിന്നെ സ്നാനപ്പെടുത്താനൊന്നും പറ്റത്തില്ല പബ്ലിക്കായിട്ട് ആരെയും. പിന്നെ പാകിസ്ഥാനും അല്ലെ ഇതുപോലുള്ള അല്ലെങ്കിൽ പല അഫ്ഗാനിസ്ഥാനും ഒക്കെ പോലായിത്തീരും.
ഇതെന്ന് വെച്ചാൽ നമുക്ക് ആരെയും കർത്താവിലേക്ക് കൊണ്ടുവരാൻ നിയമപ്രകാരം പറ്റാതായി പിന്നെ രഹസ്യമായിട്ട് ചെയ്യേണ്ടത് വരും. കഴിഞ്ഞ നാളുകളൊക്കെ അങ്ങനെ പല രാജ്യങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ, ഇപ്പോഴും ചില രാജ്യങ്ങൾ അങ്ങനെ ആണല്ലോ. സ്തോത്രം. അപ്പോൾ ഇനി കേരളത്തിൽ ആരാധന സ്വാതന്ത്ര്യം ഇതുപോലെ പബ്ലിക്കായിട്ട് വന്ന് ആരാധനിക്കാൻ സ്വാതന്ത്ര്യമില്ലെങ്കിലും അവിടും കർത്താവിനെ ആരാധിക്കുവാൻ കോവിഡ് വരട്ടെ, വേറെ എന്ത് പ്രതിസന്ധി വന്നാലും ഞങ്ങൾ ആരാധിക്കും. പിടിച്ച് ജയിലിലിട്ടാലും ഞങ്ങൾ എന്ത് ചെയ്യും? അവിടെ കിടന്നിട്ട് എന്ത് ചെയ്യും? ആരാധിക്കും. അതൊരു ധൈര്യമാണ് ദൈവമക്കളെ. അത് കർത്താവിന് വേണ്ടി നിൽക്കേണ്ട ഒരു ധൈര്യം. ആൾക്കാർ നിന്ദിച്ചുകൊള്ളട്ടെ, അസോസിയേഷൻ ഹാലലി എന്നെ കളിയാക്കിക്കോട്ടെ, ആ ബന്ധക്കാരെന്നെ ഫാമിലി ഗ്യാതറിങ്ങിനെ നിന്ദിച്ചോട്ടെ, സ്തോത്രം ഹാലലിയ, ഐ വിൽ പ്ലീസ് മൈ ലോഡ്. പരിജ്ഞാനത്തോടുകൂടി അവരോട് ഞാൻ കർത്താവിനോട് പറയും, കർത്താവിനെ പറ്റി പറയും. അപ്പോൾ ഒന്ന് യേശുവിനെ പറ്റി പറയുവാൻ, ആ മർമ്മം വെളിപ്പെടുത്തുവാൻ വചനം എൻ്റെ വായിൽ തരണം. രണ്ടാമത് ധൈര്യമായിട്ട് പറയുവാൻ. താഴോട്ട് വായിച്ചു 20-ാമത്തെ വാക്യം. പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എന്റെ വായ് തുറക്കുമ്പോൾ വചനം നൽകപ്പെടേണ്ടത് ഞാൻ സംസാരിക്കേണ്ടവണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിന് പ്രാർത്ഥിക്കും. കാരണം എന്നാ? അടുത്ത വാക്യം. ഞാൻ എങ്ങനെ ഇരിക്കുന്നുവെന്ന് എന്റെ അവസ്ഥ നിങ്ങളും അറിയേണ്ടതിന് പ്രിയ സഹോദരനും കർത്താവിൻ വിശ്വസ്ത ശുശ്രൂഷകനുമായ തിഹിക്കോസ് നിങ്ങളോട് സകലവും പറയും. നമ്മൾ കർത്താവിൻ്റെ സ്ഥാനാർത്ഥിയാണ്. നമ്മൾ എങ്ങനെ നിൽക്കണം എന്നിവിടെ പറഞ്ഞിട്ട് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എൻ്റെ പ്രിയ സഹോദരൻ ആരറിയിക്കും നിങ്ങളെ? അവൻ വിശ്വസ്തനായില്ലേ? വിശ്വസ്തനായ ഈ സഹോദരൻ തിഹിക്കോസ് നിങ്ങളെ അറിയിക്കും. ഈ അടുത്ത അവിടെ ഇരിക്കുമ്പോൾ തന്നെ കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ച. 4-ന്റെ 7. എന്റെ അവസ്ഥയൊക്കെയും കർത്താവിൽ പ്രിയ സഹോദരനും വിശ്വസ്ത ശുശ്രൂഷകനും സഹഭൃത്യനുമായ തിഹിക്കോസ് നിങ്ങളോട് അറിയിക്കും. അവിടും എഴുതിയിട്ടുണ്ട്. ഈ തിഹിക്കോസ്, ഈ സഹോദരൻ തന്നെ, ഈ ലേഖനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി എഴുതി ഈ ലേഖനവുമായിട്ട് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഇവിടുത്തെ ശുശ്രൂഷയുടെ കാര്യങ്ങളും ഈ ലേഖനത്തിൻ്റെ അകത്തുള്ള കണ്ടൻസും ഒക്കെ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുകയും നിങ്ങളെ അറിയിക്കും. ഇവിടുത്തെ സാഹചര്യം നിങ്ങളെ അറിയിക്കും. കർത്താവിൽ വിശ്വസ്ത ശുശ്രൂഷകൻ. കാരണം ഇവിടെ നടക്കുന്ന കാര്യം അതുപോലെ നിങ്ങളെ അറിയിക്കും. ചിലർ ഇച്ചിരി കൂട്ടിപ്പറയും, ചിലർ ഇച്ചിരി മാറ്റിപ്പറയും, ചിലർ ഉള്ളതല്ലാതെ ഇച്ചിരി മസാലയോട് കയറ്റി അല്ലെ കുറ്റം കൂടൊക്കെ കയറ്റി പലരെ പറ്റി പറയും, പലയിടത്തും നടക്കുന്നത് പറയും. പക്ഷേ ഈ സഹോദരൻ എന്തുവാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? വിശ്വസ്തനാണ്. താനും ഹീസ് ഡ്രിവൺ ബൈ ദ സ്പിരിറ്റ്, ആത്മാവിലാണ്. അതുകൊണ്ടാണ് ഓരോ ഇതൊരു വലിയ ശുശ്രൂഷയാണ് ദൈവമക്കളെ. പൗലോസ് ലേഖനം എഴുതും. ഇത് എവിടെ കിടന്ന് എഴുതുന്ന ലേഖനം? എഫെസോസ്. എവിടെ കിടന്ന് എഴുതുന്നത്? ജയിലിൽ കിടന്ന് എഴുതുന്ന ലേഖനം ഇല്ലേ? സ്തോത്രം. അപ്പോൾ ജയിലിൽ കിടന്ന് എഴുതുന്ന ലേഖനം ഈ തിഹിക്കോസ് എന്ന സഹോദരൻ ഇല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ചെല്ലേണ്ട അടുത്ത് എത്തുന്നത്? താൻ ഇത് ചെല്ലേണ്ട അടുത്ത് കൊടുത്തിട്ട് അവസ്ഥ അറിയിക്കും. യെസ്, ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അവൻ എനിക്കൊരു ആശ്വാസമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇല്ലേ? ഒന്ന്, അവൻ ഞങ്ങളുടെ വസ്തുത, കറക്റ്റ് ഫാക്ട്, സത്യം മാത്രമേ അവൻ പറയത്തുള്ളൂ. അവൻ പറയുന്നത് നിങ്ങൾക്ക് സത്യമായിട്ട് എടുക്കാം. അവൻ വിശ്വസ്ത സഹോദരനാണ്. അപ്പോൾ ആ സത്യം അവൻ നിങ്ങളെ അറിയിക്കും. രണ്ടാമത് നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ഒരു ആശ്വാസം. ഇങ്ങനെ വിശ്വസ്തയോടുകൂടി കർത്താവിൻ്റെ വേല ചെയ്താൽ മാത്രമേ നമ്മൾ ചെല്ലുന്ന ദേശത്ത്, ചെല്ലുന്ന സഭയിൽ, ചെല്ലുന്ന ഭവനത്തിൽ അവർക്കൊരാശ്വാസമായി തീരുവാൻ കഴിയത്ത്. ചെല്ലുന്നിടത്ത് നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നാലൊന്നും ആശ്വാസം, ചിരിയോടുകൂടി വേണം, പരിജ്ഞാനത്തോടുകൂടി വേണം നമ്മളത് പ്രസൻറ്റ് ചെയ്യുവാൻ. ആത്മാവിൽ വേണം. അവരുടെ വിഷമങ്ങൾക്ക് മറുപടി പറയുമ്പോഴാണ്, അവരുടെ ചോദ്യങ്ങൾക്ക് കർത്താവിൽ നമ്മൾ ഉത്തരം പറയുമ്പോഴാണ് അവർക്ക് എന്തായിത്തീരുന്നത്? കൺഫ്യൂഷൻ മാറുന്നത്, അവർക്കൊരാശ്വാസമായി തീരുന്നത്. തിഹിക്കോസ് ഹീസ് എ ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ്. അവനെ ഞാൻ നിങ്ങളുടെ അടുത്ത് അയക്കുക, ഈ ലേഖനം കൊണ്ടുതരും. രണ്ടാമത് അവൻ നിങ്ങൾക്കൊരാശ്വാസമായി തീരും. ദൈവമക്കളെ, ഓരോരുത്തരും നമ്മളെല്ലാവരും ശുശ്രൂഷയ്ക്കായിട്ടാണല്ലോ, ഏഞ്ചലോസ് അല്ലെങ്കിൽ കർത്താവ് അയക്കുന്ന ഒരു മെസ്സഞ്ചറായിട്ട് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നമ്മൾ ഓരോ ദിവസവും പകലും നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവ്, ഇനി ഞാൻ ചില ഭവനങ്ങൾ സന്ദർശിക്കുന്നു, ചിലരെ കാണുന്നു, ഇന്നൊരു പ്രോഗ്രാമുണ്ട്, ഞാൻ അതിന് പോകുന്നു, ഞാൻ എന്ത് ചെയ്യണം, അവരോട് എന്ത് സംസാരിക്കണം, പരിചയപ്പെടുന്നു. അപ്പോൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ഒരു വിശ്വസ്ത, ആ ഫെയ്ത്ത്ഫുൾ സെർവൻ്റ് എവിടെ എഴുതിയിരിക്കുന്നത്? സഹോദരന്മാരാണെങ്കിലും സഹോദരിമാരാണെങ്കിലും സഹോദരന്മാർക്ക് സമാധാനവും വിശ്വാസത്തോടു കൂടിയ സ്നേഹവും ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപയായിരിക്കുമാറാകട്ടെ. ഓ, കർത്താവിനെ അക്ഷയമായിട്ട് സ്നേഹിക്കുന്ന എല്ലാവരും കൂടി ദൈവത്തിൻ്റെ കൃപ ഉണ്ടായിരിക്കട്ടെ. സ്തോത്രം. ഈ തുടക്കുന്നത് 1-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആദ്യം ഇത് വിശുദ്ധന്മാർക്ക് വേണ്ടിയാണ് എഴുതുന്നതെന്ന് പറഞ്ഞു. ഒരു സഭയ്ക്ക് വേണ്ടിയല്ല, വിശുദ്ധന്മാർക്ക്. സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ ഇല്ലേ, വിത്ത് ഓൾ സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം അനുഗ്രഹം എന്തുവാ ദൈവമക്കളെ? ഈ അധ്യായം തുടങ്ങുന്നതിൽ വ്യക്തമാണ്. മെറ്റീരിയൽ അല്ല ബ്ലെസ്സിങ്, വേൾഡ്ലി അല്ല ബ്ലെസ്സിങ്, ഭൗമികമല്ല അനുഗ്രഹം, സകലവിധ ആത്മീയ അനുഗ്രഹത്താൽ.
എപ്പോഴും ദൈവദാസന്മാരുടെ മുമ്പിൽ വരും, കർത്താവ് പാസ്റ്റർ എന്നെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചതെന്നൊക്കെ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. സ്തോത്രം. ഇവിടെ വളരെ വ്യക്തമായിട്ടാണ് സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളാൽ ദൈവമക്കളെ ഈ ഭൗമിക അനുഗ്രഹം മുഴുവൻ വാങ്ങിച്ചിട്ട് ആത്മീയ അനുഗ്രഹങ്ങൾ ലഭിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്ത് സന്തോഷമാണ് ദൈവമക്കളെ. ഒരു സംതൃപ്തി ഇല്ലാത്ത ക്രിസ്തീയ ജീവിതമല്ലേ. അനേകർക്ക് മടുപ്പായി തീരുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന സ്തോത്രം സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളാൽ കർത്താവ് നിങ്ങളെ നിറയ്ക്കും. 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഒന്നിച്ച് എന്ത് ചെയ്യണം? വളർന്നു വരണം. കർത്താവിനൊരു നിവാസ സ്ഥലം. എഫെസ്യ ലേഖനത്തിനകത്ത് ഒത്തിരി ആഴങ്ങളുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. ഈ സഭ മുഴുവൻ ഒന്നിച്ച് വളർന്നു വന്ന്, ഇതിൻ്റെ മൂലക്കല്ല് ക്രിസ്തുവും സഭയെല്ലാം ഒന്നിച്ച് വളർന്നു വന്ന് കർത്താവിന് ഒരു നിവാസ സ്ഥലമായി തീരേണ്ടത്. നമ്മുടെ കൂട്ടായ്മ എന്ത് ചെയ്ത് തീരണം? എ ഡ്വെല്ലിംഗ് പ്ലേസ് ഫോർ ഗോഡ്. കർത്താവിന് ഒരു നിവാസ സ്ഥലമായി തീരേണ്ടതെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിനുവേണ്ടി ഒരുക്കുവാൻ 5 വിധ ശുശ്രൂഷകർ. ഞാൻ പറഞ്ഞല്ലോ, കുടുംബങ്ങളെ കർത്താവ് ഒരുക്കുന്നു. എനിക്ക് ഒരു ഭാഗം മാത്രം നിങ്ങളെ ഒന്ന് ഓർപ്പിക്കുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ സമർപ്പിച്ചിറങ്ങിയിരിക്കുന്നത്. അപ്പോസ്തലൻ പറയുക, നിങ്ങളെ ശരിക്കും ഒരുക്കുവാൻ വേണ്ടിയാണ് ഞാൻ സമർപ്പിച്ചിറങ്ങിയിരിക്കുക. ദൈവം എന്നെ ആ ജോലി ഏൽപ്പിച്ചു, ഞാൻ ആ ജോലി വിശ്വസ്തയോടുകൂടി ചെയ്യും. അങ്ങനെ നിങ്ങൾ മുഴുവനും ഒരുപോലെ ആത്മാവിൻ്റെ ഐക്യതയിൽ വളർന്നു വന്ന് നിങ്ങളുടെ സഭയിൽ ക്രിസ്തു വസിക്കണം, നിങ്ങളുടെ കുടുംബങ്ങളിൽ ക്രിസ്തു വസിക്കണം, നിങ്ങളുടെ ഹൃദയത്തിൽ ക്രിസ്തു വസിക്കണം. നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവേ, ഞാൻ ദൈവത്തിൻ്റെ ഒരു നിവാസമായി തീരേണ്ടത്. ഞാൻ ശരിക്കും ആരായിത്തീരണം? എൻ്റെ ഹൃദയത്തിലാണ് കർത്താവ് വസിക്കുന്നത്. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ ഒരു നിവാസമായി തീരേണ്ടതിന് അതിനുവേണ്ടി അധ്വാനിക്കുവാനും പ്രവർത്തിക്കുവാനും ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിക്കുവാൻ ഐ ആം എ പ്രിസണർ ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന് എന്തുവാണ്? ക്രിസ്തുവിൻ്റെ ഒരു ബദ്ധനായി, ബൗണ്ട് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. അപ്പോസ്തലർ 22-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുക, ഞാൻ ആത്മാവിൽ ബന്ധിതനായി, ഞാൻ എൻ്റെ കാര്യം മറന്നു വെച്ചിട്ട് എൻ്റെ ലിസ്റ്റ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ വീണ്ടും ദൈവാത്മാവ് നയിക്കുന്നിടത്തേക്ക് പോകുക. അത് തന്നെയാണ് താൻ ഇവിടെ 3-ാം അധ്യായത്തിൽ തുടങ്ങുന്നത്. ആസ് എ പ്രിസണർ ഓഫ് ക്രൈസ്റ്റ്. 4-ാം അധ്യായത്തിൽ തുടങ്ങുക, പിന്നെയും ആസ് എ പ്രിസണർ ഓഫ് ക്രൈസ്റ്റ്. ദൈവമക്കളെ, നമ്മൾ ആത്മാവിൽ ബന്ധിതനായി തീർന്നാൽ ഇതൊരു വിഷമമായിട്ടല്ല താൻ പറയുന്നത്, ഇതൊരു വേദനയായിട്ടല്ല താൻ പറയുന്നത്. അയ്യോ, എന്ത് ചെയ്യാനാണ്, ഞാൻ രക്ഷിക്കപ്പെട്ട് എൻ്റെ മേൽ വിളിയുമുണ്ട്, ഒരു സുശേഷകൻ സുശേഷകയായിട്ട് ഇനി എനിക്ക് വേറൊന്നും ചെയ്യുവാനും കഴിയത്തില്ല. അയ്യോ, എന്ത് ചെയ്യാനാണ് ഞാനിനി? അങ്ങനെ വേദനയോടുകൂടിയാണോ? ഇന്നാൾ ആരാണ്ട് പറഞ്ഞ പോലെ ഈ ഗോളത്തിൽ അങ്ങ് വെട്ടും പോയി. അവിടെ ചെന്നപ്പോഴാണ് ഫാമിലി ഫംഗ്ഷന് ചെന്നപ്പോഴാണ്, അയ്യോ അവിടെ ഉള്ളവരൊക്കെ ഇടുന്ന ഡ്രസ്സ് കണ്ടില്ലേ? എന്നോട് പറഞ്ഞവരാ അവിടെ, അയ്യോ അവരെല്ലാം ഒരുങ്ങി വരുന്ന കണ്ട്. എനിക്കെന്ത് ചെയ്യാനാണ്? ഞാനൊരു വിശ്വാസിയുമായി പോയി, എനിക്ക് അതുപോലൊന്നും പറ്റത്തുമില്ല. വിഷമത്തോടുകൂടിയാണോ ദൈവമക്കളെ? അവരെല്ലാം കമ്പനി കൂടുന്ന കണ്ടില്ലേ? എനിക്കതിലൊന്നും ചേരാൻ, അവരുടെ ഇടയ്ക്ക് പോയി ഇരിക്കലെന്ന് പ്രമാണമുണ്ട്. ഞാൻ ഈ ഗോളത്തിൽ വിശ്വാസത്തിലായിപ്പോയെന്ന്. എന്തിനാ ദൈവമക്കളെ വിഷമത്തിൽ ഇവിടെ ഇരിക്കുന്നത്? ഗോ എൻജോയ് ദ വേൾഡ്. പോയി ലോകം ആസ്വദിക്കുന്നേ. വിഷമത്തിൽ എന്തിനാ ദൈവസന്ധിയിൽ ഇരിക്കുന്നത്? ദൈവസന്ധിയിൽ വിഷമത്തിൽ ആരും ഇരിക്കല്ലേ. ഐ എം ബൗണ്ട് ബൈ ദ സ്പിരിറ്റ്. ഞാൻ ദൈവത്തിനു വേണ്ടി വില കൊടുക്കുന്നത്, ദൈവത്തിനു വേണ്ടി നിന്ന് സഹിക്കുന്നതിനൊക്കെ എനിക്ക് 100 ഇരട്ടി പ്രതിഫലം ഉണ്ടെന്നുള്ള ബോധ്യത്തോടുകൂടി സഹിച്ചാൽ മതി. വിഷമത്തോടുകൂടി ആരും സഹിക്കണ്ട. ചില കുഞ്ഞുങ്ങൾ പറയും, കണ്ടില്ലേ ഇത് കർത്താവിൻ്റെ വേലയിലായതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ വിശ്വാസികളായതുകൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള ഫ്രണ്ട്സിൻ്റെ കൂട്ട് എനിക്ക് പറ്റാത്ത. വിഷമത്തോടുകൂടി ആരും സഹിക്കേണ്ട ദൈവമക്കളെ. കർത്താവിനെ പിൻപറ്റുന്ന സന്തോഷത്തോടുകൂടി ചെയ്താൽ മതി. അപ്പോസ്തലൻ പറയുക, എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ഞാൻ കറക്റ്റായിട്ട് ചെയ്യും. നമ്മളും ന്യായവിദൂഷത്തിൽ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ അനേകരവിടെ തലകുനിച്ച് ലജ്ജയോടുകൂടി നിൽക്കും. നമുക്ക് പ്രാഗൽഭ്യത്തോട് തല ഉയർത്തി നിൽക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ.